ഇഷ്യൂലെ റിലേറ്റ് ചെയ്ത് ഞാൻ കുറേ വീഡിയോസ് കണ്ടായിരുന്നു. പല വ്യക്തികളുടെ വീഡിയോകൾ, അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള കുറേ വീഡിയോകൾ കണ്ടായിരുന്നു. അതിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയ ഒരു വീഡിയോ, ഒരുമാതിരി സിബിനെ ഇതിലും കൂടുതൽ അടിച്ചു താഴ്ത്തി ഒരു വ്യക്തിക്ക് സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായത് ഏഷ്യനെറ്റിനെയും ലാലേട്ടനെയും വെള്ള പൂശാൻ വേണ്ടിയിട്ടാണ്. സോ അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് വ്യക്തമായി നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ കമന്റ്സും ലൈക്കും, അതുപോലെ തന്നെ സബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ കാണുക. കുറച്ച് ആളുകൾക്കൊക്കെ നമ്മുടെ തംബ്നെയിലിൽ നിന്ന് ചിലപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി കാണുമായിരിക്കും. ഇപ്പൊ മനു വിഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാകാൻ ചാൻസ് ഉണ്ട്. ഒരു സീരിയൽ ആക്ടറാണ്, സിനിമയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയുടെ വീഡിയോ ഇടയ്ക്കൊക്കെ ഞാൻ കാണാറുണ്ട്. സോ സിബിന് റിലേറ്റഡ് ആയിട്ട് ഈ വീഡിയോ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ആ വീഡിയോയിൽ ആള് തന്നെ പറയുന്നുണ്ട് സിബിനെ ഭയങ്കരമായി അറിയുന്ന ഒരു വ്യക്തിയാണ്. അറിയുന്നൊരു വ്യക്തി ഒരാളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയോ? അല്ലെങ്കിൽ മനസ്സിലാക്കാതെ, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാതെ ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ പറയുന്നു. അങ്ങനെയാണ് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. ഫിസിക്കലി നമ്മൾ അതുപോലെ തന്നെ മെന്റലി സ്ട്രോങ് ആയിരിക്കണം. നമുക്ക് അറിയുന്ന കാര്യമാണ്. ഒരു പക്ഷേ ഒരു പടി കൂടി കടന്ന് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ആ ഒരു ഷോയിൽ പോകണമെങ്കിൽ നമുക്ക് കണ്ടാമൃഗത്തിന്റെ ഒക്കെ തൊലിക്കെട്ടി വേണം എന്ന് ആള് പറയാതെ പറയുകയാണ്. അപ്പൊ ആള് പറയുന്നുണ്ട് ബിഗ് ബോസ് ഷോയിൽ ചെന്ന് ഒരുമാതിരി പിച്ചിന്നുള്ളി അങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ കംപ്ലൈന്റ് പറയുന്നു, എനിക്ക് ഇവിടെ നിൽക്കണ്ടെന്ന് പറയുന്നു. ഓഫ് കോഴ്സ് സിബിന് ഉദ്ദേശിച്ച് തന്നെയാണ് അത് പറയുന്നത്. അപ്പോ ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. അതിനകത്ത് വ്യക്തമായി പറയുകയാണ്, സിബിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു വിരല്, അതായത് നടുവിരൽ നമസ്കാരം അങ്ങനെ നമുക്ക് പറയാം അല്ലെ, കാണിച്ചു. അതിന്റെ പേരിൽ ലാലേട്ടൻ അയാളൊരു തെറ്റ് ചെയ്തു. ലാലേട്ടൻ വന്ന് വഴക്കു പറഞ്ഞു, നോമിനേഷനിലേക്ക് ഇട്ടു, പവർ റൂമിൽ ഇറക്കി. അങ്ങനെ ആകെ ഒരു കാര്യമാണ് ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഈ വ്യക്തി ഒന്നെങ്കിൽ ലൈവ് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ എപ്പിസോഡ് മര്യാദയ്ക്ക് കണ്ടിട്ടില്ല, കാര്യങ്ങൾ എന്താന്ന് നന്നായി അസസ് ചെയ്തിട്ടില്ല. സിബിന്റെ കാര്യത്തില് ഒരു നടുവിരൽ നമസ്കാരം കാണിച്ചു എന്നൊരു കുറ്റം മാത്രമല്ല ലാലേട്ടൻ അവിടെ പറഞ്ഞത്. ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വലിച്ചിട്ട് കൃത്യമായി നമുക്ക് പറഞ്ഞു തരാം. ജിൻഡോ അവിടെ ജാസ്മിനെതിരായി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു, കാലേ വാരി നിലത്തടിച്ചേനെ എന്ന് പറഞ്ഞായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ലാലേട്ടൻ വന്നപ്പോ പറഞ്ഞു അത് ആരുടെയെങ്കിലും ഇൻഫ്ലുവൻസ് കൊണ്ട് പറഞ്ഞതാണോ എന്ന് ചോദിച്ചു. സോ ജിൻഡോ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു. സോ ആരുടെ സ്ക്രിപ്റ്റ് ആണെങ്കിൽ പോലും, ബിഗ് ബോസ് പറഞ്ഞിട്ടാണെങ്കിൽ പോലും ലാലേട്ടൻ അവിടെ ഒരു വീഡിയോ, അതായത് പല ആളുകളോട് ചോദിക്കുന്നുണ്ട്, പൂജ പറഞ്ഞായിരുന്നു അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്, സിബിൻ പറഞ്ഞായിരുന്നു, നമ്മളെല്ലാവരും സമ്മതിക്കുന്നു. പിന്നീട് ആ വീഡിയോ കാണിക്കുവാണ്, സിബിൻ പറയുന്നുണ്ട് ആ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ലാലേട്ടൻ പറയുന്ന സിബിന്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ജിൻഡോ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഓക്കെ, നിങ്ങൾ പറഞ്ഞ മാതിരി ഒരു കുറ്റമല്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ സിബിൻ ജിൻഡോയോട് പറയുവാണ് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ, അല്ലെങ്കിൽ നിങ്ങൾ പോയി കെട്ടിത്തുങ്ങിച്ചാവാൻ പറഞ്ഞ, ജിൻഡോ ചെയ്യോ? ഒരിക്കലും ചെയ്യില്ല. കാരണം ജിൻഡോ ഒരു കൊച്ചുകുട്ടിയല്ല. ജിൻഡോയ്ക്ക് ചിന്തിക്കാനും കാര്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് അറിയുന്ന ഒരു വ്യക്തിയാണ്. സോ സിബിൻ പറഞ്ഞതിന്റെ പേരിലാണ് അത് ജിൻഡോ ചെയ്തത്. അങ്ങനെ ഒരു ആരോപണം, അതിനെ കുറിച്ച് വീഡിയോസും കാര്യങ്ങളും ലാലേട്ടൻ കൊണ്ട് കാണിക്കുന്നു, ലൈക്ക് ബിഗ് ബോസ് കാണിക്കുന്നു. ആ ആഴ്ച പവർ ടീമിൽ നടന്ന എല്ലാ കാര്യങ്ങളും വളരെ അടിപൊളിയായിരുന്നു എന്ന് പറഞ്ഞ് 1000 പോയിന്റ് പവർ ടീമിന് കൊടുത്തതിന് ശേഷം പിന്നീട് കുറ്റങ്ങളുടെ ഒരു ബണ്ടക്കെട്ട് തന്നെ ലാലേട്ടൻ അവിടെ അഴിച്ചു വിടുന്നുണ്ട്. അതായത് ഒരു ആവശ്യമില്ലാത്ത വീഡിയോസ് കൊണ്ടുവന്ന് കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ സിബിനെ അടിച്ചു താഴ്ത്താൻ വേണ്ടി കുറെ കാര്യങ്ങൾ ലാലേട്ടൻ അന്നത്തെ എപ്പിസോഡിലൂടെ കാണിക്കുന്നുണ്ട്. അത് മര്യാദയ്ക്ക് കണ്ടിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ മനസ്സിലാകും, ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ ഇത്രമാത്രം അപമാനിച്ചുകൊണ്ട് ആണ് അന്നത്തെ, അതായത് ലാസ്റ്റ് സാറ്റർഡേ എപ്പിസോഡ് ഉണ്ടായിരുന്നത്. ഇതൊന്നും താങ്കൾ കണ്ടില്ലേ? അതെന്താ ലാലേട്ടൻ പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ ബിഗ് ബോസിലെ ഏഷ്യനെറ്റ് കാണിച്ചത് കൊണ്ടാണോ ഈ മനു എന്ന് പറയുന്ന വ്യക്തി ഇതൊന്നും കാണാതെ പോയത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നന്നായി അടിപൊളിയായി ഗെയിം കളിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കണ്ടസ്റ്റന്റിനെ ഒരു കാരണവുമില്ലാതെ മാനസികമായി തളർത്താൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇത്രമാത്രം അപമാനിച്ച് അധിക്ഷേപിച്ച് സംസാരിച്ചിട്ട് ഒരു തെറ്റും ലാലേട്ടൻ ചെയ്തില്ല. ലാലേട്ടൻ വളരെ മാന്യനായി, വളരെ എന്താ പറയാ, ചെയ്ത കുറ്റങ്ങൾ
വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല നമ്മളൊക്കെ കേൾക്കുന്ന അതേ വോയിസ് ആണോ താങ്കളും കേൾക്കുന്നത് എന്ന്. ലാലേട്ടനായതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഏഷ്യനെറ്റിൽ നടക്കുന്ന ഒരു പ്രോഗ്രാം ആയതിൻ്റെ പേരിൽ വിമർശിക്കാൻ താങ്കൾക്ക് പേടിയായിരിക്കും. നമുക്കതിൻ്റെ ആവശ്യമില്ല. കാരണം തെറ്റ് കണ്ടാൽ അത് എത്ര വലിയ മനുഷ്യനാണെങ്കിലും തെറ്റാണെന്നു പറയണം. അതിപ്പോൾ സിബിൻ എന്ന് പറയുന്ന വ്യക്തി എൻ്റെ അഭിപ്രായത്തിൽ നല്ല അടിപൊളിയായിട്ട് ഗെയിം കളിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് പറയത്തില്ലേ പെട്ടെന്നൊരു ഷോക്ക് ഈ കാണാവുന്ന കുറ്റം മുഴുവൻ അയാളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നു. ഇതിലും വലിയ കുറ്റം ചെയ്ത ആളുകളെ ഒന്നും ലാലേട്ടൻ ഒരു വിധത്തിലും നമുക്കറിയാം. വളരെ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, വളരെ സോഫ്റ്റ് ആയിട്ട് ലാലേട്ടൻ ഇപ്പോഴും ഒരു കുറ്റം പറയാതെ ഉണ്ണികളെ ഇങ്ങനെ താലോലിക്കുന്ന പോലെ താലോലിക്കുന്ന കണ്ടസ്റ്റൻസ് അതിൻ്റെ ഉള്ളിലുണ്ട്. ഒരു ആഴ്ച കൊണ്ട് സിബിൻ വന്ന് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയില് ഉണ്ടാക്കിയ ചേഞ്ചസ് എത്ര കണ്ണടച്ചാലും അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങൾ കേൾക്കാതിരിക്കാൻ ശ്രമിച്ചാലും അതൊന്നും ശരിക്കും സത്യസന്ധമായ ഷോ കണ്ട് സത്യസന്ധമായ റിവ്യൂസ് പറയുന്ന ആളുകൾക്ക് അതിന് നേരെ കണ്ണടയ്ക്കാൻ പറ്റില്ല. അവര് കൃത്യമായി പല റിവ്യൂവേഴ്സ് ലാലേട്ടനെ വഴക്ക് പറയുന്നു, ബിഗ് ബോസിനെ വഴക്ക് പറയുന്നു പറയും. കാരണം നമ്മളൊക്കെ കൃത്യമായാണ് പരിപാടി കാണുന്നത്. അല്ലാതെ ലാലേട്ടൻ പറഞ്ഞതിന്റെ പേരിൽ ബിഗ് ബോസ് ചെയ്തതിന്റെ പേരിൽ നമുക്കതങ്ങനെ ന്യായീകരിച്ച് വൈറ്റ് വാഷ് അടിക്കാൻ ഒരാൾക്കും പറ്റില്ല. ഉള്ള കാര്യങ്ങൾ നടക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായി പറയണം. പിന്നെ നിങ്ങൾ പറഞ്ഞ മറ്റൊരു പദപ്രയോഗം വളരെ മോശം. അതായത് ഒരു ലോറി വരുന്നു, തവള നിൽക്കുന്നു, വയറക്കങ്ങനെ വീർത്ത് ലോറി വരുമ്പോൾ തവള കയറിപ്പോവും. അതായത് സിബിൻ എന്ന് പറയുന്ന വ്യക്തി പാണ്ടി ലോറി കയറിപ്പോയ ഒരു തവളയോട് നിങ്ങൾ ഉപമിച്ചത്. നിങ്ങളൊക്കെ എന്തുമാത്രം റിവ്യൂസും എത്ര വലിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന എന്തൊരു വലിയ മനുഷ്യനാണ്. ഇത്രമാത്രം സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഇരുന്നിട്ട് ഇത്രയും താഴ്ന്ന രീതിയിലൊക്കെ വന്ന് ഒരു മനുഷ്യനെ ഒരു കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ഉപമിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഷെയിം തോന്നുന്നു. നിങ്ങൾ സത്യസന്ധമായ കാര്യങ്ങൾ പറയണ്ട. ഓക്കെ, പല വീഡിയോസ് നിങ്ങളുടെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില കാര്യങ്ങളോട് അതായത് ഇപ്പൊ ഇന്ന് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നിലയ്ക്കും ലാലേട്ടൻ ചെയ്തതിനോ ബിഗ് ബോസ് ചെയ്തതിനോ നിങ്ങൾക്ക് കുറ്റം എന്ന് പറയാൻ പറ്റത്തില്ല. അവരോട് ചേർന്നോ നിങ്ങൾ സംസാരിക്കുള്ളൂ. ഒരു പക്ഷം ചേർന്നൊക്കെ സംസാരിക്കാന്ന് പറയത്തില്ലേ. ഇനി എത്ര വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിലും ഫിസിക്കലി മെന്റലി സ്ട്രോങ് ആണെങ്കിലും നമുക്ക് എല്ലാവർക്കും ഒരു പോയിന്റ് ഉണ്ട്. ഓക്കെ, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മളെല്ലാവരും തകർന്നു പോകുന്ന ഒരു നിമിഷം ഉണ്ടായിരിക്കും. അത് നിങ്ങൾക്കുള്ളതുപോലെ ആയിരിക്കണമെന്നില്ല എൻ്റെ ഒരു മെന്റൽ സ്ട്രെങ്ത്. അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അപ്സെറ്റ് ആകണ കാര്യത്തിൽ നിങ്ങൾ ചിലപ്പോൾ അപ്സെറ്റ് ആകണമെന്നില്ല. സോ എല്ലാ മനുഷ്യന്മാർക്കും ആ ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പോൾ സിബിൻ എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങൾ ഇത്രയും മോശമായി പറയുന്നുണ്ട്. അങ്ങനെ തന്നെ ഞാൻ പറയണം. എനിക്ക് ഒട്ടും നിങ്ങളുടെ വീഡിയോയിൽ ഞാൻ കുറേ കമൻസ് വായിച്ചായിരുന്നു. മിക്ക ആളുകളും നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കമൻറ്റ് ഇട്ടായിരുന്നു ഞാൻ കണ്ടായിരുന്നു. കാരണം നിങ്ങൾ പറയുന്ന നിങ്ങളുടെ എന്ത് വിഷയമാണെങ്കിൽ പോലും അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ പറയുന്നത് ശരിയല്ല. നിങ്ങൾ മര്യാദയ്ക്ക് ആ ബിഗ് ബോസ് വാച്ച് ചെയ്ത് ആ എപ്പിസോഡ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ സംഭവിച്ചത്, എന്തുകൊണ്ടാണ് സിബിനെ അവിടെ പവർ റൂമിൽ പുറത്താക്കിയേനോ അല്ലെങ്കിൽ സിബിനെ നോമിനേഷൻ ഇട്ടേനൊന്നുമല്ല സിബിൻ അപ്സെറ്റ്. ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ അടിച്ച് താഴ്ത്തി സംസാരിച്ച് ആ മനുഷ്യനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നുമല്ലാതാക്കി തീർക്കുന്ന ഒരു സിറ്റുവേഷൻ. ആ ഒരു സിറ്റുവേഷനിൽ അയാൾ അവിടെ നിൽക്കുമ്പോൾ എനിക്ക് പോലും ഭയങ്കര വിഷമം തോന്നി. അപ്പൊ അത് അനുഭവിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ പറയും എമ്പതി വേണമെന്ന് പറയും. നമ്മളെ തന്നെ ആ പൊസിഷനിൽ കൊണ്ടു നിർത്തണം. അല്ലാതെ നമ്മൾ വലിയ കാര്യമായി വലിയ വാക്കുകളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ എന്താണ് ശരി തെറ്റ് കൃത്യമായി അസസ് ചെയ്യണം. അതായത് ലാലേട്ടൻ അതിൻ്റെ പേരിൽ, ഏഷ്യനെറ്റ് അതിൻ്റെ പേരിൽ, ബിഗ് ബോസ് അതിൻ്റെ പേരിൽ ഞാൻ അവരെ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുള്ളൂ. ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് തന്നെ പറയും. കാരണം നിങ്ങളുടെ വീഡിയോ ഭയങ്കര നിങ്ങൾ ബലൂണൊക്കെ വീർപ്പിച്ച് നിങ്ങൾ ഭയങ്കര എക്സാമ്പിളൊക്കെ കാണിച്ച് നിങ്ങൾ ചെയ്യുന്നുണ്ട്. സിബിനി ഊതി വീർപ്പിച്ച ബലൂണാണ്. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? സിബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു പോയിന്റിൽ തകർന്നു പോയി എന്ന് വെച്ചിട്ട് അയാൾ ഒരു ഊതി വീർപ്പിച്ച ബലൂണാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ആ മനുഷ്യന്റെ ആ ഒരു കുറച്ച് അതായത് അയാൾ ഇപ്പൊ കടന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷൻ വെച്ച് നിങ്ങൾ ഇയാളെ ഊതി വീർപ്പിച്ച ഒരു ബലൂണായി നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഞാൻ പറയും നിങ്ങളാണ് ഊതി വീർപ്പിച്ച ബലൂൺ. ആർക്കൊക്കെയോ വേണ്ടി വെറുതെ കുത്തിയിരുന്ന് വെർബൽ ഡയറിയ പോലെ സംസാരിക്കുന്ന ഒരു മനുഷ്യനെന്ന് ഞാൻ നിങ്ങളെ പറയും. നിങ്ങൾക്ക് വിഷമമുണ്ടോ? നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതായത് ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നിയില്ലേ? ബിക്കോസ് നിങ്ങളെ ഞാൻ വിമർശിക്കുകയാണ് എന്ന് പറഞ്ഞ പോലെ ഒരു വ്യക്തി ചെയ്യാത്ത കുറ്റങ്ങൾ
അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഷോയാണ്. അതായത് ഇപ്പോൾ ആ മനുഷ്യൻ ഒരു കാര്യം ജിൻഡോയുമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നടന്ന ഒരു കൾച്ചറൽ പ്രോഗ്രാമിൽ അവർ ഒരു റിസൾട്ട് കൊടുത്തിട്ട് ലാലേട്ടൻ വന്നിട്ട് പറയുവാണ് നിങ്ങൾ കൊടുത്ത റിസൾട്ട് അല്ല ഓഡിയൻസ് അംഗീകരിച്ചത്. ഇവിടെ അതിന്റെ പേരിൽ ഏഷ്യനെറ്റ് ഒരു ഓഡിയൻസ് പോളൊന്നും വെച്ചിട്ടില്ല. ആരുടെ ഗെയിമായിരുന്നു സൂപ്പർ, അവർക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്, അതാണ് അവർ ചെയ്തത്. അതിന് അവരെ കളിയാക്കിക്കൊണ്ട് ലാലേട്ടൻ അവിടെ വന്ന് മറ്റ് കണ്ടസ്റ്റൻസിനെ പൊക്കി പറയുമ്പോൾ അവര് തകർന്നു പോകുന്നുണ്ട്. ഇതൊന്നും മനസ്സിലാകാതെ ഒരു നടുവിരൽ നമസ്കാരത്തിന്റെ പേരിലാണ് ലാലേട്ടൻ ഈ വണ്ടിക്കുള്ള പണിഷ്മെന്റ് മൊത്തം സിബിന് കൊടുത്തേ എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ന്യായീകരണത്തോട് യോജിക്കാൻ നമുക്ക് കഴിയില്ല. വേറൊരു സ്റ്റേറ്റ്മെന്റ്, സിബിൻ എന്താ അവിടെ ഒരു വാടക ഗുണ്ടയായിട്ട് വന്നതാണോ? സിബിൻ അവിടെ ആരെങ്കിലും തല്ലിയോ? സിബിൻ ആരെങ്കിലും മെക്കിട്ട് കയറിയോ? സിബിൻ എന്തെങ്കിലും ഒരു ഫിസിക്കൽ അസോൾട്ട് ചെയ്തതായിട്ട് താങ്കൾ കണ്ടിട്ടുണ്ടോ? ചുമ്മാ വായെ തോന്നുന്നത് ഒരു മനുഷ്യനെ കുറിച്ച് വിളിച്ചു പറയാണോ? ഞാൻ തങ്ങളെ പറയുവാണ് താങ്കൾ ഒരു റൗഡിയാണെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് വിഷമം തോന്നോ? ബിഗ് ബോസ് ഇറക്കിയ ഗുണ്ടയാണോ? സിബിൻ എല്ലാവരെയും കൂടി സിബിൻ വിചാരിച്ചു അവിടെ വരുമ്പോ എല്ലാവരെയും ഇടിച്ചു താഴ്ത്താ, അങ്ങനെ എവിടെയെങ്കിലും സിബിൻ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. താങ്കൾ ഞാൻ കാണുന്ന സെയിം ബിഗ് ബോസ് തന്നെയാണ് കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് പറയാൻ ഇഷ്ടമല്ലെങ്കിൽ, അയാളെ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കണം. ഇപ്പൊ ഈ കാര്യത്തിൽ എനിക്ക് ഇയാളെ ഇഷ്ടമല്ല, മുഖത്ത് നോക്കി ഒന്നെങ്കിൽ ഇഷ്ടമില്ല എന്ന് പറയാം. അല്ലാതെ എന്തിനാ എൻ്റെ പൊന്നു ചേട്ടാ ഈ വേണ്ടാത്ത കാര്യങ്ങൾ, ചേട്ടൻ അനിയനാരെങ്കിലും ആവട്ടെ, വേണ്ടാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ഇതുപോലെ പണി വാങ്ങുന്നത്. അപ്പോ നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ, കമന്റ്സുകൾ ആ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണാം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എല്ലാം രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. ടാറ്റാ, ബൈ.